ഇവിടെ UDF സ്ഥാനാർത്ഥി ആരാണ്? സുനിത. LDF സ്ഥാനാർത്ഥി സുനിത. അപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയോ? സുനിതയെ. 3 പേരും സുനിതമാരാ. 3 സുനിതമാരാ. എന്തു ചേട്ടാ? 3 മുന്നണികളിലും ഒരേ സ്ഥാനാർത്ഥിമാരും, അത് കൗതുകമാണല്ലോ. ആ സംഭവത്തെ പറ്റി നമുക്കൊന്ന് അന്വേഷിക്കാം. 12ാം വാർഡിൽ ആര് ജയിക്കും? സുനിത ജയിക്കും. അതെന്ത് സുനിത ജയിക്കും? 3 സുനിതയാണ്. അതിൽ ഏത് സുനിത ജയിക്കുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല. അത് പറയില്ല. അത് ഇപ്പം പറയാൻ പറ്റത്തില്ല. വോട്ട് കഴിയുമ്പോൾ അറിയാം ആര് ജയിക്കുമെന്ന്. സുനിത ഉറപ്പാ. സുനിത ഉറപ്പാ. ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നത്. ആദ്യമായിട്ട് വന്നേക്കുന്നത്. ഒരേ പേരിൽ 3 പേര്. ആര് ജയിക്കും? ഞാൻ പറയുന്നത് സുനിത ജയിക്കും. ഞാനും അത് തന്നെയാ പറയുന്നത്. ഏത് സുനിതയാന്ന് പറയില്ല. ഈ സുനിത ജയിക്കണമെന്ന ആഗ്രഹം. ഏത് സുനിത എന്ന് പറയില്ല. പറയത്തില്ല. നമുക്ക് സേഫാ. ഒരു കൺഫ്യൂഷനും ഇല്ല മോനെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നാട്ടുകാരൊക്കെ എന്ത് പറയുന്നു? 3 പേരും കൂടെ വന്നു കഴിയുമ്പോൾ പൊതുവെ ചർച്ച നാട്ടുകാർക്ക് പൊതുവെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാ അയൽവക്കക്കാര്. 12ാം വാർഡിലെ UDFന്റെ സ്ഥാനാർത്ഥിയാണ്. എൻ്റെ പേര് സുനിത NK. എൻ്റെ പേര് സുനിത PA എന്നാണ്. LDF സ്ഥാനാർത്ഥിയായിട്ട് ഈ വാർഡിൽ 12ാം വാർഡിലാണ് മത്സരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥികളുടെ പേരും സുനിത എന്നാണ്. അത് സ്വാഭാവികമായിട്ട് വന്നു ചേർന്ന പേരുകളാണ്. പക്ഷേ അറിയാവുന്ന ആൾക്കാരുമാണ്. വോട്ടർമാരിൽ കൺഫ്യൂഷൻ ആകൂലേ? അറിയാം. നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. നമസ്കാരം. എൻ്റെ പേര് AK സുനിത എന്നാണ്. ഞാൻ കൊറ്റനാട് പഞ്ചായത്തിൽ 12ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഞങ്ങളിവിടെ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളുടെയും പേര് ഒന്നാണ്. ഇനിഷ്യലിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. എന്നാലും എൻ്റെയാണ് ബാലറ്റ് പേപ്പറിൽ ആദ്യം വരുന്നത്. AK സുനിത എന്നാണ് വരുന്നത്. താമരയാണ് എൻ്റെ ചിഹ്നം.